നെഞ്ചിനുള്ളിൽ തീയാണ്, കൽബിലാകെ ബേജാറ. എന്താ കാരണം? സ്കൂള് തുറക്കാൻ ടൈമായി ഫാത്തിമ. ഫാത്തിമ കയ്യടിക്കണ്ട, താത്താനല്ല വിളിച്ചത്, നമ്മളെ പെണ്ണുങ്ങളെ പേരും ഫാത്തിമ എന്നാണ്. ഫാത്തിമ, പാത്തോ പാത്തോ, പാത്തിങ് വന്നേ. എന്താടി ഇങ്ങനെ വരുന്നത്? പാത്തും പതുങ്ങി വരാൻ പറഞ്ഞു. പാത്തും പതുങ്ങി വരാൻ പറഞ്ഞതല്ല, പാത്തിങ് വന്നേന്ന് പറഞ്ഞതാണ്. ഇന്നാ ഇത് കൊണ്ട് അത്തിക്കെടുത്തേക്ക്. ഇതെന്താ? അതൊരു പർദ്ദ. എനിക്ക് പർദ്ദല്ല വേണ്ട, ചുരിദാറാണ് വേണ്ടത്. എടി അത് അനക്കുള്ളതല്ല, ഞമ്മക്കുള്ളതാണ്. അതെന്തിനാ? ഞമ്മളിഞ്ഞ് പുറത്തേക്ക് യാത്ര പോകുമ്പോഴൊക്കെ ഈ പർദ്ദ ഇട്ടിട്ടേ പോവുള്ളൂ. അതെന്താ? ബസ്സില് സ്ത്രീകൾക്ക് ഇനി പൈസ വേണ്ട, ഫ്രീ ആണ്. പാപ്പാക്ക് ഒരു പർദ്ദ വാങ്ങിക്കൂടെ നിങ്ങൾക്ക്? അടച്ചോനെ, ആ കാര്യം നമ്മൾ മറന്നുപോയല്ലോ. ആ സാരില്ല, അത് പോട്ടെ. എന്റെ കുട്ടിക്കുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള മൊത്തം പുസ്തകം നമ്മൾ വാങ്ങിച്ചിന്, അതാത്തിരുത്ത് കൊണ്ട് വെച്ചേക്ക്. എന്തിനാ ഇത്ര തോനെ പുസ്തകം? ആവശ്യത്തിന് വാങ്ങിയാ പോരെ? എടി അതെന്താന്ന് വെച്ചാല് നമ്മളെ ജസീല മാളുണ്ടല്ലോ. ഏത്? നമ്മളെ കത്തിജാത്താന മോള് ജസീല? ആരും മോളല്ല, മാള് ജസീല മാള്. നമ്മളെ അങ്ങാടിയില് 2 നിലയുള്ള വലിയൊരു പീടിയുണ്ട്, അത് തിരിഞ്ഞ. അപ്പൊ അവിടെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഗംഭീര ഒരു ഓഫർ. നമ്മള് 10 പുസ്തകം വാങ്ങി 20 എണ്ണം കിട്ടി. എന്റെ മനുഷ്യ, 5 ബുക്ക് വാങ്ങിയാ പോരെന്നോ? 10 ബുക്കിന്റെ ആവശ്യമുള്ളൂനേ. എടി അത് വാങ്ങിയത് എന്താന്ന് വെച്ചാല് നമ്മളെ ശംഭു ഉണ്ടല്ലോ. ഏത്? നമ്മള് തലേ തേക്കണ്ടേ? അത് ശംഭു, നമ്മളെ ചെറുക്കന്റെ കമ്പനിക്കാരൻ ശംഭു. പാവങ്ങളല്ലേ പോല്, ഐറ്റളടുത്ത് ഇപ്പൊ ബുക്ക് വാങ്ങാനുള്ള പൈസ ഒന്നും ഉണ്ടാവൂല. അതുകൊണ്ട് 10 എണ്ണം ശംഭുവിനും കൊടുത്തേക്ക്. ചുരിദാറിനൊക്കെ ഇങ്ങനത്തെ ഒരു ഓഫർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒടങ്ങി പോള ചുരിദാറിന്റെ ഭ്രാന്ത്. എനിക്കും വേണ്ടിട്ടല്ല, ആ ശംഭുവിന്റെ അമ്മയ്ക്ക് 10 ചുരിദാർ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓ അത് ശരി, അത് മനസ്സിലായി. ചുരിദാർ എത്ര കിട്ടിയാലും ഈ പെണ്ണിന്റെ പൂതി തീരൂല. അല്ല, നമ്മളെ മുട്ടുകാലിന്റെ കഥ കഴിഞ്ഞ. എടി ആ തൈല ഓടി അവിടുന്ന് വന്നിരുന്നത് എന്തിനാ ഇപ്പൊ ഈ കരച്ചില്? എനിക്ക് എവിടെ അതിന് മാത്രം ചുരിദാറ്? ഒരു സൽക്കാരത്തിനോ കല്യാണത്തിനോ പോകുമ്പോഴാ എനിക്ക് എവിടെ ചുരിദാറെന്ന്? അടച്ചോനെ, പറഞ്ഞു പെട്ടല്ലോ മനുഷ്യൻ. ഇനി പൈന് മോന്തി വീർപ്പിച്ചിരിക്കണ്ട. ഒരു കാര്യം ചെയ്യാ, അടുത്ത ആഴ്ച നമ്മൾ കോഴിക്കോട് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോ ഒരു 3 ചുരിദാർ നമുക്ക് കൊണ്ടുവന്ന് തരാ പോരെ? അങ്ങനെയാണെങ്കിൽ ഒരു അലമാരയും കൂടി കിട്ടുമെന്ന് നോക്കുങ്ങള്. അതെന്തിനാണ് അലമാര? എന്റെ ഡ്രസ് ഒന്നും വെക്കാൻ ഈ പേരിൽ ഒരു സ്ഥലവും ഇല്ല. പാത്തോ, സത്യത്തിൽ എന്താണ് എന്റെ പ്രശ്നം? ഉടുക്കാൻ തുണി ഇല്ലാത്തതാണോ അതോ ഈ തുണി വെക്കാൻ സ്ഥലം ഇല്ലാത്തതാണോ? നിങ്ങൾ ഇന്നിങ്ങനെ കളിയാക്കിക്കോളേ നേരത്തും. അന്നല്ലാതെ പിന്നെ നമ്മൾ ആരെ കളിയാക്കാനാണ്? നെഞ്ചിനുള്ളിൽ നീയല്ലേ, നമ്മളെ കൽബിനുള്ളിൽ ഓളല്ലേ, കണ്ണടച്ചാൽ നീയല്ലേ ഫാത്തിമ, നമ്മളെ പാത്തുമ്മ. എടാ, ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അനക്ക് ആ വാതിൽക്കലൊന്ന് മുട്ടിക്കൂടെ? അയിനിന്റെ വാപ്പ അങ്ങള് 2 ആളും കൂടി കെട്ടിപ്പിടിച്ച് നിക്കണോന്ന് ഞാൻ കണ്ടിട്ടില്ല. അടച്ചോ കാത്ത്. മോനെ അസ്കറെ, ജൂണ് നമ്മളെ പടിവാതിക്കൽ എത്തി നിക്കാണ്. വാതിലായിട്ട് തുറന്നു കൊടുത്താളെ ഉള്ളിൽ കയറി ഇരുന്നോട്ടെ. ആര്? ജോണ് വാതിൽ കണ്ടു. എടാ ജോണല്ല, ജൂണ് മാസം ഇങ്ങോട്ട് എത്താനായിന്ന്. അയിനോ പറയണ കേട്ടെ മോൻ? സ്കൂൾ തുറക്കാൻ പോവാണേന്ന്. ആരി വാപ്പേ? അല്ലടാ എന്റെ വല്യപ്പ. എടാ 2 മാസത്തെ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഈ ജൂണിൽ സ്കൂൾ തുറക്കും. വാപ്പ ലൊക്കേഷൻ അല്ല വെക്കേഷൻ. എടാ അത് കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? സ്കൂള് അടുത്ത മാസം തുറക്കും, അതാണ് പോയിന്റ്. രാവിലെ തന്നെ നീച്ച് വരുമ്പോ മനസ്സിന് സന്തോഷമുള്ള വല്ലതും പറഞ്ഞൂടെ? 2 മാസം ആറാമ്പറപ്പ് കാട്ടിട്ട് മതിയായിട്ടില്ല. തല്ലരുത്, അങ്ങനെ ചുമനെ താത്തിക്കെട്ടി സംസാരിക്കരുത്. എന്തായാലും ഇവൻ എന്റെ മോനല്ലേ, ഇന്റെ അതേ സ്വഭാവമാണ് ഇവനെന്നാണ് നാട്ടുകാരൊക്കെ പറയണത്. അത് ശരിയാ. ഇന്നലെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിട്ട് മാഷന്മാര് വന്നിരുന്നു. നമ്മൾ അപ്പുറത്തെ പേരിലും ഇപ്പുറത്തെ പേരിലും ഒക്കെ ഓല് പോയി, നമ്മളെ പേരിൽ മാത്രം കേറിയില്ല. എങ്ങനെ കേറാനാ? നിങ്ങൾ അതേ സ്വഭാവല്ലേ ചേർക്കലും? അത്രയും വടക്ക് സ്വഭാവമാണോ സ്കൂളില്? പാപ്പാ, മത്തം കുത്തിയ റംബുട്ടാൻ മുളയ്ക്കോ? പഠിത്തത്തിന്റെ കാര്യത്തില് ഈ ഒരു ഉഴപ്പും വിചാരിക്കരുത്. കാരണം അന്നെ പഠിപ്പിച്ച് ഒരു വലിയ പോലീസുകാരനാക്കണം എന്നാണ് ബാപ്പാന്റെ ആഗ്രഹം. എഞ്ചിനീയർ ആക്കിയാ മതി ട്ടാ. പോലീസുകാരനാക്കണം. എഞ്ചിനീയർ, പോലീസ് എഞ്ചിനീയർ. ഒന്ന് നിർത്തുണ്ടോ? നിങ്ങളെ ബാപ്പാക്ക് എന്തേന്ന് ആഗ്രഹം? നമ്മളൊരു പൈലറ്റ് ആക്കണം. എന്നിട്ട് നടന്നാ? പൈക്കളം വെച്ച് നടക്കണില്ലേ? നിങ്ങളെ ബാപ്പാക്കോ? ഒരു ഡോക്ടർ ആക്കണം. എന്നിട്ടുള്ളൊരു രോഗി പോലും ആയിട്ടില്ല. പിന്നെ ഇന്റെ കാര്യത്തിൽ എന്തിനാ എത്ര വേജാറി? ഞമ്മക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു എയിം വേണം.
ഇപ്പൊ ബാപ്പാന്റെ കൂടെ പഠിച്ച മറ്റേ ബെന്നൂരത്തെ ബഷീർ ഓനിപ്പോ വലിയ മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റ് ആണ് അറിയിട്ട് എന്താ വാപ്പ കാര്യം? മൂപ്പര് 4ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. 4ാം ക്ലാസ്സോ? ആ മൂപ്പര് വണ്ടിമേ വെച്ചല്ലോ 4ാം ക്ലാസ് മജിസ്ട്രേറ്റ്. അതും ശരിയാണല്ലോ. അണക്കുള്ള പുസ്തകം 10 ആ ശംഭൂനും കൊടുത്താളുണ്ട് കേട്ടാ. അല്ലമ്മ, ഇതെന്താ വാപ്പാന്റെ സൈസുള്ള ഷർട്ട്? ഇതെന്താ ഓന്റെ സ്കൂളല്ലേ തുറക്കണേ? നിങ്ങൾക്ക് എന്തിനാ പുതിയ കുപ്പായോ? അതെന്താന്ന് വെച്ചാല് കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇവൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ കയ്യിലിരിപ്പും കുത്തിത്തിരിപ്പും കാരണം ആഴ്ചയിൽ നമ്മളും സ്കൂളിൽ ചെല്ലുന്നുണ്ട്. അപ്പൊ എന്നും ഒരേ ഷർട്ട് ഇട്ട് പോയിണ്ടെങ്കിൽ ഇവന്റെ ടീച്ചർമാര് നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? നിങ്ങളെ ഫാഷൻ പരേഡ് കാണാൻ കുത്തിരിക്കല്ലേ ഓരോ ടീച്ചർ അവിടെ. അല്ല വാപ്പ, ബാഗ് വാങ്ങില്ലേ? അയ്യടാ, അതെന്താ വാങ്ങാഞ്ഞെന്ന് വെച്ചാല് ഇജി പറഞ്ഞ ആ സുലൈമാന്റെ ഫോട്ടോ ഉള്ള ബാഗ് എവിടെ ഞാൻ കണ്ടില്ല. സുലൈമാനോ? അല്ല ബാബാ, ഹൈദരാബാദ് സ്പൈഡർമാൻ. അനക്ക് എന്തിനാ കുട്ടിയെ പുതിയ ബാഗ്? കഴിഞ്ഞ കൊല്ലത്തെ ബാഗിന് ഒരു കേടുമില്ല. അത് കൊണ്ടായാ മതി ടച്ച്. എല്ലാരും പുതിയ ബാഗറ്റ് വരുമ്പോ ഞാൻ മാത്രം പഴയ ബാഗറ്റ് പോവാ. എന്റെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം. അന്റെ ഒക്കെ പ്രായത്തില് ബാപ്പ കായസഞ്ചിയും തൂക്കിയിട്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. നിങ്ങൾ ശരിക്കും സ്കൂളിലേക്ക് പോയത് സാമ്പാർ വെക്കാനാണോ? അതൊക്കെ പോട്ടെ, സൈക്കിളിന്റെ കാര്യം എന്തായി? എടാ, അതെന്താന്ന് വെച്ചാല് ഈ സാധനങ്ങളൊക്കെ വാങ്ങി വന്നേക്ക് സൈക്കിൾ വാങ്ങാനുള്ള പൈസ ബാപ്പാന്റെ കയ്യിൽ ഇല്ലേന്ന്. സൈക്കിൾ ഉണ്ടെങ്കിലേ ഞാൻ സ്കൂളിൽ പോവുള്ളൂ. എടാ, ഈ ബാപ്പാന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളിനൊന്നും പറയണ്ടെക്ക് സൈക്കിൾ വേണോ? ഓന് പറഞ്ഞ മനസ്സിലാവില്ലേ? 4 തല്ലാണ് കൊടുത്തു. കുട്ടികളെ തല്ലരുത് അസ്കറെ. ബാപ്പാന്റെ കുട്ടിക്കാലത്ത് കാടും മേടും കുന്നും മലയും തോടും പുഴയും റോഡും ഒക്കെ താണ്ടി കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് ബാപ്പ സ്കൂളിൽ പോയിരുന്നത്. നിങ്ങളോട് തള്ളാനല്ല പറഞ്ഞേ, തല്ലാനാ. എടാ, ഈ തർക്കുത്തരം പറയണ ഈ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അത് പഠിത്തത്തിൽ കാട്ടിയതെങ്കിൽ എത്ര നന്ദിന്നു. അതിന്റെ വാപ്പ എന്റെ പഠിത്തത്തിനല്ല കുഴപ്പം. പിന്നെ ടീച്ചർമാരെ ഓരോരോ തെറ്റായ കീഴ്വഴക്കങ്ങളാണ് കുഴപ്പം. പോലെ എപ്പോഴും ഇങ്ങനെ പറയില്ല, കാണാതെ പഠിക്കുന്നീ. നമ്മളൊരു കാര്യം ഇങ്ങനെ കാണാതെ പഠിക്കുക, കണ്ടിട്ടല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അല്ല, അതന്നല്ലേ പോലും പറഞ്ഞത്. ഓല് കാണാതെ പഠിക്കാനല്ലേ പറയണേ. എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യ്. ഒരു കാര്യം മനസ്സിലാക്കണം, പഠിത്തമാണ് മെയിൻ. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങള് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കണം. അല്ല പാപ്പാ, നമ്മളെ കളക്ടർ പേരെന്താ? ഏട്ടടി പോൻ പറഞ്ഞത് കളക്ടർ പേര്. സംഭവം മനസ്സിലായ? നമ്മളൊന്ന് ഉപദേശിച്ചപ്പോ തന്നെ ഓന് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ത്വര വന്ന്. ഇന്റെ മോനടി ഓൻ. അസ്കറെ, എന്തിനാണ് ഇജിപ്പ കളക്ടർ അന്വേഷിച്ചത്? നമ്പർ കിട്ടുന്നെങ്കിൽ അവധി ദിവസമൊക്കെ മുന്നേ ചോദിച്ചറിയാലോ. നിങ്ങളാ മോൻ തന്നെ. എടാ, ഇജിപ്പ പഠിക്കുന്ന സ്കൂളിലാണ് ബാപ്പ പണ്ട് പഠിച്ചിരുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആ സ്കൂളിലേക്ക് നമ്മളെ വിളിപ്പിക്കലുണ്ട്. അത് ഓട് പൊട്ടുമ്പോ മാറ്റാനല്ലേ? എന്തോ ആയിക്കോട്ടെ, വിളിപ്പിക്കലുണ്ടോ? അതാണ് പോയിന്റ്. നോക്കിന്നേ, ഓനും ശംഭൂനും കൂടി തിരുവനന്തപുരം വരെ ഒന്ന് പോണല്ലോ. അതിനുള്ള പൈസയും വേണം. അതെന്തിനാണ് നിങ്ങൾ രണ്ടാളും കൂടി തിരുവനന്തപുരത്തേക്ക് പോണത്? ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടൊരു നിവേദനം കൊടുക്കാണ്ട്. മുഖ്യമന്ത്രിക്ക് നീ എന്ത് വേതനം കൊടുക്കാനാണ്? അതല്ല, നിവേദനം, ഹർജി. ഹർജിയോ? ഇവര് രണ്ടാളും കൂടി തിരുവനന്തപുരത്ത് പോയിട്ടോ? അതായത് സ്കൂളുകളിൽ പുതുതായി വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയുള്ള നിർദ്ദേശം. ഒന്നാമതായിട്ട് സമത്വം, അത് സ്കൂളിൽ തന്നെ തുടങ്ങണം. അത് പോയിന്റ്. സമത്വം സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. അത് കറക്റ്റ് കാര്യമാണ്. അതിനും വേണ്ടി ആൺകുട്ടികളും പെൺകുട്ടികളും വേർതിരിച്ചിരുത്തുന്നതിന് പകരം ഒന്നിച്ചിരുത്തണം. അടുത്തത്, സ്കൂളിൽ മൊബൈൽ അനുവദിക്കണം. പിന്നെ റീൽസ് സിലബസിൽ ഉൾപ്പെടുത്തണം. മാഷന്മാരെ കൊണ്ട് കൊളാബും കൂടി ചെയ്യിപ്പിക്കാം നമുക്ക്. നെക്സ്റ്റ്, അംഗനവാടിയിൽ ബിരിയാണി ആക്കിയ സ്ഥിതിക്ക് ഹൈസ്കൂളിൽ മിനിമം ഒരു കുഴിമന്തെങ്കിലും വേണ്ടി വരും. ഡെയിലി നിങ്ങൾക്ക് കുഴിമന്തി ഉണ്ടാക്കി തരുന്ന ചെലവ് എത്ര വരുന്ന അറിയോ? ഡെയിലി ഉണ്ടല്ലോ, എല്ലാ ഞായറാഴ്ച ഒഴിവാക്കി കളി. പിന്നെ അവസാനത്തെ കാര്യം, ഇത് മുഖ്യമന്ത്രി എന്തായാലും സമ്മതിക്കും. കാരണം മോഡിഫിക്കേഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ മോഡിഫൈ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആൻസറുകളും ഉൾപ്പെടുത്തണം. അതെന്ത് മോഡിഫിക്കേഷൻ? എടാ, ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2-3 ഓപ്ഷൻ ആയിട്ട് ഉത്തരം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിന് ശരി ഉത്തരം മാത്രം, ഒരു ഉത്തരം മാത്രം എടുത്ത ഇതേ പോരെ. എന്തിനാണ് 2-3 ഉത്തരം തരാൻ കൺഫ്യൂഷൻ ആക്കാൻ? ഒരൊറ്റ ഉത്തരം പോരെ ശരിയായത്. പിന്നെ മഷീന്റെ ചെലവ്, സമയം, മെനക്കടി, ഇതൊക്കെ ലാഭല്ലേ? എങ്ങനെയുണ്ട് വാപ്പ ഞങ്ങളെ നിർദ്ദേശം? ഈ എക്സ്പ്രഷൻ കാട്ടിയ ആ മുഖ്യമന്ത്രിനെ കൊണ്ട്
ഈ എക്സ്പ്രഷൻ കാണിക്കരുത്, മനസ്സിലായ? അല്ല പിന്നെ എന്നാ എന്റെ പ്രവേശനോത്സവം? ആ അത് പറഞ്ഞപ്പോളാ ആ. പ്രവേശനോത്സവത്തിന് ചെറിയ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. വേണം, കാരണം പഠിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാട്ടും കളിയും ഒക്കെ വേണം. അതാണ് ശരിക്കുള്ള പഠിത്തം. പക്ഷെ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. എടാ കേറി പാടടാ. അതിനതൊന്നും എനിക്കറിയില്ലല്ലോ. വാപ്പ പഠിപ്പിച്ച കണക്കിന്ന് ചായയിൽ അടുടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെയും കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. കാനന ടണ്ടങ് ടണ്ടങ് ടണ്ടങ്. നിർത്തുണ്ടോ? അതൊക്കെ നിങ്ങളെന്നെ അടിച്ചു സ്കൂളിൽ പാടിയാ മതി. ആയിക്കോട്ടെ, 1-ാം തീയതി നമ്മൾ വരാം സ്കൂളിൽ. ആഹാ, 1-ാം തീയതി സ്കൂളിൽ പോവാ? നമ്മളെ മാളുവിന്റെ കല്യാണമാണ് 1-ാം തീയതി. ആ എന്നാ ഞാൻ സ്കൂളിൽ പോയില്ല. ഞാനുണ്ട് കല്യാണത്തിന്. ഞാനുണ്ട്. കല്യാണത്തിന് കുറച്ച് വൈകുന്നേരം പോയാലും നമുക്ക് പെണ്ണിനും ചെറുക്കനെയൊക്കെ കാണാ, പ്രായത്തായിട്ട് ബിരിയാണി തിന്ന് പോരും ചെയ്യാം. പക്ഷെ ഈ 1-ാം തീയതി പുതിയ ബാഗും ഉടുപ്പും പിന്നെ കോടയും ഒക്കെ ആയിട്ട് ആ പുതുമഴി നനഞ്ഞ് പുതിയ ക്ലാസ് റൂമിൽ പുതിയ കമ്പനിക്കാരൊപ്പം ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് 2-ാം തീയതി സ്കൂളിൽ പോയാൽ കിട്ടൂല. പാപ്പാന്റെ കുട്ടി അപ്പൊ എന്താണ് തീരുമാനം? പാപ്പ ആ ഇപ്പൊ സ്കൂളിൽ പോവാൻ പൂതിയാണ്. അതാണ് പോയിന്റ്. അപ്പൊ 1-ാം തീയതി മാത്രല്ല, ഉമ്മയും ബാപ്പയും ഒക്കെ എൻ്റെ ഒപ്പം വരും. അത് മാത്രല്ല, ഈ അധ്യയന വർഷം സ്കൂളിലേക്ക് വരുന്ന മുഴുവൻ മുത്തുമണികൾക്കും ഞങ്ങളെ വക പ്രവേശനോത്സവ ആശംസകൾ. അതാണ് പോയിന്റ്.